ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണം. എങ്ങനെ എണ്ണണം? എത്ര പണമുള്ളവനായാലും പദവി ഉള്ളവനായാലും എത്ര ഉന്നതനായാലും പഠിച്ചവനോ പഠിക്കാത്തവനോ ആരായാലും ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ എത്ര നാൾ നിങ്ങൾ എണ്ണും? ലോകത്തിൽ കറക്റ്റായി എണ്ണി തിട്ടം വിട്ട് പോയ നാളുകളുണ്ടോ ആർക്കെങ്കിലും? അപ്പോ നീ എണ്ണി കൂട്ടുന്ന നാളല്ല ആമീൻ ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാറ്റാം. ബൈബിൾ പ്രകാരം നാളത്തെ ദിവസം നിനക്കുള്ളതല്ല. ഇത് എണ്ണാൻ ഉപദേശിക്കണമെന്നാണ്. നാളത്തെ ദിവസം നിനക്കുള്ളതല്ല. ഇന്ന് രക്ഷാദിവസം, ഇന്ന് സുപ്രസാദകാലം. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ഇന്ന് നേടണം. നാളെ എന്നൊരു ദിവസം നിനക്ക് ദൈവം തന്നിട്ടില്ല. മനസ്സിലായവർ കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പക്ഷെ നാളെ ഒരു ദിവസം ദൈവം തരുമെങ്കിൽ ആ ദിവസവും നിന്നെ ജയമായി നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ ആശ്രയം വെച്ച് കർത്താവിനെ സ്നേഹിച്ച് വ്യവസ്ഥാപിതമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തി ആയാലും ശരി, നാളെ ഒരു ദിവസം നിനക്ക് കർത്താവ് തന്നാൽ നാളത്തെ ദിവസത്തെക്കുറിച്ച് കർത്താവ് നോക്കിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇന്നാണ് നിനക്കുള്ള ദിവസം, അത് ഇപ്പോഴാണ് നിനക്കുള്ള ദിവസം. അപ്പോൾ നീ പ്രാപിക്കേണ്ടത് ഇപ്പൊ പ്രാപിക്കണം, നീ നേടേണ്ടത് ഇപ്പൊ നേടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നേടുക എന്ന് പറഞ്ഞാൽ ഇന്ന് നീ ഒത്തിരി പണം സമ്പാദിക്കണമെന്നല്ല, ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നീ ഒരു വലിയ വീട് പണിയണമെന്നല്ല, നീ ഒറ്റ ദിവസം കൊണ്ട് ഭൗതികമായ പലതും വാരിക്കൂട്ടണമെന്നല്ല. നിന്റെ ദിവസം ഇന്നേ ഉള്ളൂ, നാളെ ഇല്ലെന്നറിഞ്ഞിട്ട് നീ നിത്യതയ്ക്ക് വേണ്ടിയുള്ളത് ഇന്ന് പ്രാപിക്കണം.